ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയൊരു സ്പീക്കർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് സ്പീക്കർ വെച്ച് ഒരു ചെറിയൊരു ബോക്സിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയാണ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം ചിലവൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തും കൂടി വെക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി ചെയ്യുക. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോയിലോട്ട് അങ്ങ് പോകും. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് വേണം. പിന്നീട് നമുക്ക് രണ്ട് സ്പീക്കേഴ്സ് വേണം. 1.5 വാട്ട്സിൻ്റെ 8 ഹോമുള്ള രണ്ട് സ്പീക്കേഴ്സ് വേണം. ചെറിയ സ്പീക്കറാണ്, എന്നാലും നല്ല സൗണ്ട് ഉണ്ടാവും. ആ രണ്ട് സ്പീക്കേഴ്സും നമ്മൾ ഇതുപോലെ ആ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെച്ച് ഒരു മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഹോൾ ഇടണം. നമുക്ക് ഇതുപോലെ ഒരു പെൻസിൽ എന്തെങ്കിലും ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം ആദ്യം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾ ഇട്ടെടുക്കണം. എന്നിട്ട് ആ ഒരു ഹോളിൽ നമുക്ക് സ്പീക്കറെ കറക്റ്റാക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ സ്പീക്കർ ഇതുപോലെ വെച്ചതിന് ശേഷം ഗ്ലൂ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്പീക്കറും അതേപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് വേണം. അപ്പോൾ നമ്മളൊരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഹോളിലൂടെ സ്വിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗണ്ണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം. അവിടെ സെറ്റായിരിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് അവിടെ ഒട്ടിച്ചു. ഇനി അടുത്തായിട്ട് ഇതുപോലെ മൊബൈൽ ചാർജിങ് ഫീമെയിൽ പോർട്ട് വേണം. 5 വാൾട്ടാണ്. അപ്പോൾ നമ്മൾ അത് ഒരെണ്ണം മേടിക്കണം. ഇതുപോലെ ഉള്ളതോ അല്ലെങ്കിൽ വയറുള്ളതോ ആയിട്ട് മേടിച്ചാൽ മതി. വയറുള്ളത് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അത് വെക്കാനായിട്ട് ഇതുപോലെ ഒരു ഹോളിട്ട് എടുത്തിട്ടുണ്ട് ബോക്സിൽ. എന്നിട്ട് ഇതുപോലെ നമ്മൾ അതങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ ഗണ്ണ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം. ഇവിടെ ആയിട്ട് കുറച്ച് പശ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്ന് ടൈറ്റായി ഒട്ടി ഇരുന്നോളും. ഇനി അടുത്തായിട്ടൊരു LED വേണം. നമുക്ക് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനായിട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ടതിന് ശേഷം അവിടെയാണ് നമ്മൾ LED സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡറിങ് വെച്ചൊരു ഹോൾ ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു LED ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ഗ്ലൂ ഇട്ട് ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ച് ഒന്ന് സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊരു IN4007 ഒരു ഡയോഡ് വേണം. നമുക്ക് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ ലെഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും ലെങ്ത്ത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ ഒരു പോസിറ്റീവിലേക്ക് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ബാറ്ററി വെച്ചിട്ടുള്ളത് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് വെച്ചാണ്, വെറുതെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചാർജിങ് പോർട്ടിൻ്റെ പ്ലസ്സിലേക്ക്, അതായത് പോസിറ്റീവിലേക്ക് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത്, വരയിട്ട ഭാഗമല്ല, വരയില്ലാത്ത ഭാഗമാണ് അതുപോലെ കണക്ട് ചെയ്യേണ്ടത്. വരയില്ലാത്ത ഭാഗം പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു LEDയുടെ ഒരു പോസിറ്റീവ് ലെഗ് നമ്മൾ അതുപോലെ അങ്ങ് വളച്ച് വെച്ചതിന് ശേഷം അതും അവിടെ ആയിട്ട് ഷോൾഡർ ചെയ്ത് വെക്കണം. നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ അവിടെ അതുപോലെ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഓഡിയോ ബോർഡും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ബോർഡും വേണം. നമുക്ക് ഒരു ഓഡിയോ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലൂടൂത്ത് ബോർഡ്. ഇതിന് രണ്ടിനും കൂടി ഒരു 150 രൂപയ്ക്കേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ ഓരോ മാർക്കിങ് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് RTL അതുപോലെ തന്നെ ഗ്രൗണ്ട് പോസിറ്റീവ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡിലും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഈ ഓഡിയോ ബോർഡിൻ്റെ ലെഫ്റ്റും റൈറ്റും അതുപോലെ തന്നെ ഗ്രൗണ്ടും, അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെയാണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ വെച്ച് ഇതുപോലെ ഷോർട്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിലൊക്കെ ലെഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് ഷോൾഡർ ചെയ്ത് 3 വയേഴ്സ് വെച്ച് ഷോൾഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലെല്ലാത്തിലും ഒന്ന് കുറച്ച് ലെഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും നമ്മൾ ലെഡ് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് വയേഴ്സ് വെച്ച് നമുക്കൊന്ന് ഷോൾഡർ ചെയ്യണം. നമ്മളൊരു ബ്ലൂ വയർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഷോൾഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്തൊരു യെല്ലോ വയർ എടുത്തു, അത് ഗ്രൗണ്ടിൽ ഷോൾഡർ ചെയ്യാണ്. എന്നിട്ട് റൈറ്റ് എന്ന് എഴുതി കൊടുത്ത് R എന്ന് എഴുതി കൊടുത്ത് ഒരു ഗ്രീൻ വയറും വെച്ച് ഷോൾഡർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ഷോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു
ബ്ലൂടൂത്ത് ബോർഡിലും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു 6 എന്ന് എഴുതിയ എടുത്തു നിന്ന് വരുന്ന വയർ ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡിൻ്റെ 6 എന്ന് എഴുതിയെടുത്ത് നമ്മൾ ഷോൾഡർ ചെയ്യുക. അത് നിങ്ങൾക്ക് മാറാൻ സാധ്യതയില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അങ്ങ് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 3 വയസ്സും നമ്മൾ അതുപോലെ തന്നെ തെറ്റാതെ ഷോൾഡർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ 3 വയസ്സും നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് സപ്ലൈ കൊടുക്കാനായിട്ട് 5 വാട്ട് സപ്ലൈ കൊടുക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് VCC അതുപോലെ തന്നെ ഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് രണ്ടിലോട്ടുമാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ VCC എന്ന് എഴുതിയത് പോസിറ്റീവും അതുപോലെ തന്നെ ഗ്രൗണ്ട് എന്ന് എഴുതിയത് ഗ്രൗണ്ടും തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് 2 വയസ്സ് ഷോൾഡർ ചെയ്യണം. VCC എന്ന് എഴുതി കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു റെഡ് വയറും അതുപോലെ തന്നെ ഗ്രൗണ്ട് എന്ന് എഴുതി കൊടുത്ത് ഒരു ബ്ലാക്ക് വയറും നമ്മളൊന്ന് ഷോൾഡർ ചെയ്യണം ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 വയസ്സൊന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റായിട്ട് വയേഴ്സൊക്കെ ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു വയേഴ്സ് നേരെ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ വേറെ 2 ബ്ലാക്കും റെഡും വയേഴ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റെഡിലോട്ട് നമ്മൾ റെഡ് വയർ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ബ്ലാക്കിലോട്ട് നമ്മളൊരു ബ്ലാക്ക് വയറും കൂടി അങ്ങ് കണക്ട് ചെയ്യാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഓഡിയോ ബോർഡിലോട്ടും കൂടി നമുക്ക് സപ്ലൈ കൊടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു പണിയാണ്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കണക്റ്റ് ആവുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഓഡിയോ ബോർഡിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു പോസിറ്റീവ് എന്ന് എഴുതി കൊടുത്ത് ഈ ഒരു റെഡ് വയർ നമ്മൾ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ബ്ലാക്ക് വയർ ഗ്രൗണ്ടിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു. നമ്മൾ സെറ്റായിട്ട് കണക്ട് ചെയ്തു. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒരു ബോക്സിലാണ് നമ്മൾ അടുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 വയസ്സ് മാത്രമാണ് നമുക്ക് ഇനി ഇതിൽ ബാക്കി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു ബോക്സ് നമ്മൾ എടുത്തു. ബോക്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി നമ്മളൊന്ന് അവിടെ ഇരുന്നോട്ടെ, വെയിറ്റിന് വേണ്ടി വെച്ചാണ് നമ്മൾ ഇനി ഈ ഒരു ബോർഡിലോട്ട് ഒരു ഓഡിയോ ബോർഡിലോട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൽ 2 സ്പീക്കേഴ്സ് കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള പോയിൻറ്റുകളുണ്ട്. 4 പോയിൻറ്റുകൾ ഉണ്ടാവും. നമ്മൾ അതിലോട്ട് നമ്മൾ ഈ ഒരു 2 സ്പീക്കേഴ്സും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ലെഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു 4 പോയിൻറ്റിലോട്ടും. അപ്പോൾ നമ്മൾ ലെഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പീക്കറിൻ്റെ വയർ എടുത്തു, ബ്ലാക്ക് വയർ എടുത്തു. എന്നിട്ട് അതിൽ നെഗറ്റീവ് എന്ന് എഴുതി കൊടുത്ത് നമ്മൾ കണക്ട് ചെയ്തു. ഇതിൽ ഈ ഒരു 2 സ്പീക്കേഴ്സും നമ്മൾ ഈ ഒരു 2 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. നെഗറ്റീവും പോസിറ്റീവും മാറിയാലും പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇതുപോലെ അങ്ങ് മാറാതെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. അത് ഒരു സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്തു, അതേപോലെ തന്നെ രണ്ടാമത്തെ സ്പീക്കറും ഇതുപോലെ തന്നെ ഷോൾഡർ ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ചാർജിങ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു LED വെച്ചിരുന്നു, ഒരു ഗ്രീൻ കളർ LED. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ലീഡിലോട്ട് നമ്മൾ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തു. ഇനി അവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വയറും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു ചാർജിങ് പോർട്ട് നമ്മൾ 5 വാട്ട് ചാർജിങ് പോർട്ടിൻ്റെ അത് വെച്ചിരുന്നു, അതിൻ്റെ നെഗറ്റീവിലോട്ട് നമ്മൾ ആ ഒരു LEDയുടെ നെഗറ്റീവ് അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചാർജിങ് പോർട്ട് ഈ ഇതുപോലെയുള്ളത് തന്നെ എടുക്കണം എന്നില്ല, വയറുള്ളത് എടുത്താലും മതി. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു ഡയോഡിൻ്റെ ഒരു ലെഗ് നമ്മൾ കട്ട് ചെയ്തു. വരയിട്ട ഭാഗമാണ് ഇനിയുള്ളത്. വരയിട്ട ഭാഗം നമ്മൾ കട്ട് ചെയ്തു. പിന്നെ അവിടെ ആയിട്ട് നമ്മൾ കുറച്ച് ലെഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്കൊരു 5 വാട്ട് ബാറ്ററി വേണം. നമ്മളിതുപോലെ 2.5 വാട്ട് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ബാറ്ററിയാണ്. അപ്പോൾ അത് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ ഈ ഒരു ഡയോഡിൻ്റെ വരയിട്ട ഭാഗത്തേക്ക് കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ ബോർഡിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് വയറും കൂടി തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. സ്വിച്ചിൻ്റെ 2 പോയിൻറ്റിലോട്ട് നമ്മൾ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തു. എന്നിട്ട് 2 വയേഴ്സും കൂടി അവിടെ ഷോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 വയേഴ്സൊന്ന് ഷോൾഡർ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 വയേഴ്സ് ഷോൾഡർ ചെയ്തു. എന്നിട്ട് സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ ബോർഡിൻ്റെ പോസിറ്റീവ് ലീഡും പോസിറ്റീവ് കണക്ഷനും നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയറും കൂടി ഉണ്ടാവും. അത് നമ്മൾ ഈ ഒരു ഡയോഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കൊരു മൾട്ടി കളർ LED വേണം. അത് നമ്മളിതാ ഈ ഒരു രീതിയിൽ ഈ ഒരു
നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലേ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ഓഡിയോ ബോർഡിലേക്ക് കണക്ഷൻ പോകുന്ന 2 വഴികൾ അവിടെയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ആ റെഡും ബ്ലാക്കും വയറുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ബോർഡുകളൊക്കെ ഇതിൻ്റെ അകത്തായിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ കുറച്ച് ഗ്ലൂ ആക്കി എന്നിട്ട് അവിടെ ആ ഒരു ഓഡിയോ ബോർഡ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ആക്കി അവിടെ ആയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മൾ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ സെറ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബാറ്ററി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു ബോക്സിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം ബാറ്ററി അവിടെ അങ്ങ് സെറ്റാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു LED, നമ്മൾ ഈ മൾട്ടി കളർ LED നമ്മുടെ സ്പീക്കർ ഓൺ ആകുന്ന ടൈമിൽ ഇൻഡിക്കേഷനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു LED വെച്ചിരുന്നു. അത് നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, നല്ല രീതിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിനി അടുത്ത ഏറ്റവും ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചാർജിങ്ങിൻ്റെ നെഗറ്റീവിൽ നിന്നൊരു വയർ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ്. ബാറ്ററിയുടെ നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയർ കണക്റ്റ് ആവുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തു. ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഈ ബോക്സ് അടച്ചു വെച്ചു. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നമുക്ക് സെറ്റാക്കി നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ചാർജിങ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 5 വാട്ട് മൊബൈൽ ചാർജിങ്ങിൻ്റെ കേബിൾ എടുത്തു, നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യും. ചെറിയൊരു ഇൻഡിക്കേഷൻ ഉണ്ട്, LED അധികം വെളിച്ചമൊന്നുമില്ല, അതുകൊണ്ട് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചെറിയൊരു ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നമുക്കൊരു സോങ് ഒക്കെ വെച്ച് നോക്കാം. നമ്മൾ ഇതുപോലെ സ്പീക്കർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സോങ് ഇട്ട് നോക്കാം. സോറി, നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ആദ്യം നമ്മളിന്ന് കണക്ട് ചെയ്യണം. നമ്മൾ ഇതുപോലെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഒരു ബ്ലൂടൂത്തിൽ ഒന്ന് നെക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ റൈറ്റ് BT എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇതുപോലെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമ്മളിത് കണക്റ്റായി ഒരു കണക്റ്റഡ് എന്നൊരു ഇത് പറയുകയും ചെയ്തു ഒരു സ്പീക്കർ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഒരു മ്യൂസിക് ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ ഒരു സ്പീക്കർ വർക്കാവുന്ന കാണാനായിട്ട് കുറച്ച് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു സ്പീക്കറിൻ്റെ മുകളിലായിട്ട്. ഇനി കുറച്ച് സൗണ്ട് ഒന്ന് കൂട്ടി വെക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ സ്പീക്കർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ 2 ചെറിയ സ്പീക്കർ കൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സൗണ്ട് ഉണ്ട്. നല്ല രീതിക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി, നല്ലൊരു കാണാനൊരു ചെറിയ ലുക്കാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ.